ഇന്നൊരു ഫുൾ ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ. ക്ലീനിങ് ഡേ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മക്കൾക്ക് കഴിക്കാനൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. 4 മണിയായിട്ടും കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് നല്ലപോലെ വിശപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ ഇന്ന് സ്കൂളും കൂടെ അല്ലല്ലോ. അപ്പോൾ അവർ നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അവലും തേങ്ങയൊക്കെ കുഴച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവലും തേങ്ങയും കുഴക്കുമ്പോൾ ചിലർ പഞ്ചസാര ഇടാറുണ്ടല്ലേ. ഞാൻ അധികം ശർക്കര ഉരുക്കിയാണ് കേട്ടോ ഒഴിക്കാറുള്ളത്. ശർക്കര നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചിരകിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉരുക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശർക്കര പീസ് ഒന്നും അതിൽ കടിക്കൂല കേട്ടോ. ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ സച്ചുക്കും ഫാദിക്കും അത് തീരെ ഇഷ്ടമല്ല കേട്ടോ, ഈ ഒരു ഉള്ളിയുടെ ടേസ്റ്റ്. അതുപോലെ തന്നെ ചെറിയ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ആ വക ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമല്ല എനിക്കും നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സിറ്റ് ഔട്ടിൽ പോയിട്ട് അവരോടും കൂടെ ഒത്ത് സംസാരിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവലും തേങ്ങയും കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം വായിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിന് ചെറുതായിട്ടൊരു ശമനം ഉണ്ടായിരുന്നു. അത് പിന്നെ എല്ലാ വീട്ടമ്മമാരുടെ ഒരു ഹോബിയാണല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ വായിലോട്ട് ഇട്ടിരിക്കൂലേ. അങ്ങനെ പാചകത്തിനിടയിൽ ഒന്നും വായിലോട്ട് ഇടാറില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കമന്റ് ചെയ്യണം. അങ്ങനെ സച്ചും ആദ്യം ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ മണ്ണും ചളി ഒക്കെ കൂടെ ഉള്ളിലോട്ട് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ഇരുന്ന് ചായ അടിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ചളി പൊടിയൊക്കെ ഉണ്ടാവും അവരുടെ മേലെ. അങ്ങനെ രണ്ടുപേരും കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഇവിടെ വന്നിരുന്ന് ചായ അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉള്ളിലിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിലേറെ നല്ലത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിക്കുന്നത് ഞങ്ങൾക്ക് മൂന്നാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കുഞ്ഞാക്കത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടിയിട്ടുണ്ടാവും. ആദ്യക്കുട്ടിക്കാണെങ്കിൽ എവിടെ ഇരുന്ന ഇരുത്തം വരില്ല കേട്ടോ. കുറേ ഇവിടെ ഇരിക്കും, കുറേ അപ്പുറത്തിരിക്കും, കുറേ സംസാരിക്കും, കുറേ കഴിക്കും. അതിനിടയിൽ പോയിട്ട് ഒന്നോ രണ്ടോ പന്ത് തട്ടിയിട്ട് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റെ ഒരു സ്വഭാവം. ഉള്ളിലിരുന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ, അതിലും നല്ലത് ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് പിന്നെ നല്ലൊരു വൈബും കൂടാണല്ലോ. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ നടുവിലിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതിനിപ്പോൾ ചായ കുടിക്കുകയാണെങ്കിലും ചോറ് കഴിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മുകളിൽ താമസിക്കുന്ന ബംഗാളി വരികയാണ് കേട്ടോ. അതിനെ കണ്ടപ്പോൾ ഫാദി മെല്ലെ ഉള്ളിലോട്ട് ഓടിയതാണ്. പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഫാദിക്കുട്ടി മെല്ലെ അവിടെ വന്നിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ ബംഗാളി ഫോൺ വിളി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണി വരെ ഫോൺ കോളിലായിരിക്കും കേട്ടോ. ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് രാത്രി ഇവിടെ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരം ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.